ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇപ്പോൾ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഗൈസ്, നമുക്കിന്നൊരു എപ്പിക്കിന് എടുക്കാൻ പറ്റും ഗൈസ്. അത് ഞാൻ പറയാം എന്തായാലും. അതിനു മുമ്പ് നമ്മുടെ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒബ്ജക്റ്റീവ്സും കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഗീസ്, ഞാൻ 10 ഫ്രീ സ്പിന്നാണ് ഓൾറെഡി ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കൂട്ടി വയ്ക്കുകയാണ് ഗീസ്. പിന്നെ അവർ പുതിയ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക ഗീസ്. കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും സ്പിന്നൊക്കെ ചെയ്ത് നോക്കുക. കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. പിന്നെ പറയാനാണെങ്കിൽ ഗീസ്, നമ്മുടെ പാക്കിനകത്തേക്ക് പോകാം എന്തായാലും ഗൈസ്. പാക്കിനകത്ത് പറയാനാണെങ്കിൽ ഗൈസ്, പാക്കിനകത്ത് അവർ പുതിയൊരു ഷോർട്ട് ടൈം കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് ടൈം പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. AFC ഏഷ്യൻ എന്ന് പറഞ്ഞൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ബ്ലിസ് കളറായിട്ട് നമ്മുടെ സണ്ണുണ്ട് ഗൈസ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ബാർസലോണ പിന്നെ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഭാഗമായിട്ടൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ബയൺ മ്യൂണിക്കിൻ്റെ പാക്ക് കൊണ്ടുവന്ന പോലെ. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കാണ്. പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുവാണെങ്കിൽ ഗൈസ്, പ്ലെയർ ഓഫ് ദി വീക്കിൽ നമ്മുടെ അൽവാരസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിട്ടോമ, പിന്നെ നമ്മുടെ ഗനാബ്ര വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് കാർഡ്സൊക്കെ ഉണ്ട്. ഇപ്പം എന്തായാലും വലിയ രസമില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്, നോക്കാം എന്തായാലും. പിന്നെ ഗൈസ്, നമ്മുടെ അടുത്തൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, യൂറോപ്യൻ മെയിൻ എന്നും പറഞ്ഞൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞു തന്നെ ഇത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് എന്തായാലും ഒരു എപ്പിക്കിനെ എന്തായാലും ഇന്ന് എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാ ഫ്രീ സ്പിന്നൊക്കെ കറക്റ്റ് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി ഗൈസ്. നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു പ്ലെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രീ സ്പിൻ കറക്കുമ്പോൾ എങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് കണ്ട് എടുത്താൽ മതി ഗൈസ്. ഞാൻ എന്തായാലും അങ്ങനെയാണ് ഇനി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീ സ്പിൻ കൂട്ടി വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ മാച്ചിലേക്ക് പോകണമെങ്കിൽ മാച്ചിനകത്ത് നമ്മുടെ നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ ഈ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ FC ബാർസലോണയുടെ ഈ സംഭവം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഫ്രീ സ്പിൻ കിട്ടും, ആ പാക്ക് സ്പിൻ ചെയ്യാനുള്ള. അപ്പോൾ 2 ഫ്രീ സ്പിൻ അതിനകത്തുനിന്ന് കിട്ടും ഗൈസ്. പിന്നെ നമ്മുടെ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് നടക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ മറ്റേ ബാറ്റിസ്റ്റൂട്ടേക്കുള്ള ആ എപ്പി പാക്ക് നമുക്ക് സ്പിൻ ചെയ്യാൻ ഒരു ഫ്രീ സ്പിൻ അല്ല ഗൈസ്, 2 ഫ്രീ സ്പിൻ കിട്ടും. അപ്പോൾ അതും അവർ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റാൻഡം ബൂസ്റ്ററും കിട്ടും ഗൈസ്. അതാണ് വേറൊരു സംഭവം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒബ്ജക്റ്റീവിനകത്തും അതുപോലെ തന്നെ ഈ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ എപ്പിക്കിൻ്റെ. അപ്പോൾ ഇതെന്തായാലും എല്ലാം കറക്കി നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് വേണ്ട ഒരു പ്ലെയർ എടുത്താൽ മതി ഗൈസ്. ഞാൻ എന്തായാലും അങ്ങനെയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മാച്ചൊക്കെ ഇത്രയാണ് ഗൈസ് പറയാനുള്ളൂ. പിന്നെ PvP മാച്ചിലും പ്രത്യേകിച്ച് വന്നിട്ടൊന്നുമില്ല. എന്നും വരുന്നത് പോലെ തന്നെ ഒരു 50 ക്ലബ് കോയിൻ്റെ ഇവൻ്റ് വന്നെടുക്കുന്നുണ്ട് ഗൈസ്. നാഷണൽ ടീമിൻ്റെ ഇവൻ്റ് വന്നെടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മുടെ പാക്കിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ഇവൻറ്റ്സൊക്കെ പറയാനായിട്ടുള്ളൂ. പിന്നെ ഗൈസ്, ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് സ്പിൻ ചെയ്യാം ഗൈസ്. സ്പിൻ ചെയ്തിട്ട് വരാം എന്തായാലും ഗൈസ്. നോക്കാം എന്തായാലും ആരെ കിട്ടുമെന്ന് നോക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തായാലും നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെ കറക്കാം ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിലേക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ടാർഗറ്റ് അൽവാരസ് ടാർഗറ്റാണ് ഗൈസ്. ഗോൾ പോച്ചർ കാർഡായിട്ടാണ് വന്നേക്കണത്. എൻ്റെ കയ്യിലിരിക്കുന്ന അൽവാരസ് ഡീപ്പ് ലൈൻ ഫോർവേഡ് എന്തോ ആണ് ഗൈസ്. അപ്പോൾ അൽവാരസ് ഒരു ടാർഗറ്റാണ്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് നമ്മുടെ ഗനാബ്രയാണ് ഗൈസ്. ഗനാബ്രി ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അതും AMF ആയിട്ടാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൽവാരസും അതുപോലെ തന്നെ ഗനാബ്രിയാണ് ഗൈസ് എൻ്റെ മെയിൻ ടാർഗറ്റ്. പിന്നെ മിട്ടോമേനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. മിട്ടോമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്ത പ്ലെയറാണ്. കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് മിട്ടോമയ്ക്കും കൊടുത്തിട്ടുണ്ട് ഗൈസ്. മെയിൻ ടാർഗറ്റ് അൽവാരസ് ആണ്. കിട്ടുമല്ലെന്ന് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ സ്പിൻ എടുത്തിട്ട് ആരെയും കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കാൻ പോവുകയാണ്. ഹെർ വി ഗോ. എന്തായാലും കൊനാമി അൽവാരസിന് തരുമല്ലെന്ന് നോക്കാം. എന്തായാലും അൽവാരസിൻ്റെ കാർഡ് എൻ്റെ ഉണ്ട്, ബട്ട് അത് ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഗൈസ്. ഇത് ഗോൾ പോച്ചർ കാർഡായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സ്പിൻ കൊടുത്തിട്ടുണ്ട്. പ്ലേസ് കൊനാമി അൽവാരസ്. നോക്കാം എന്തായാലും. മേളിൽ കളറൊക്കെ മാറുന്നുണ്ട് ഗൈസ്, പക്ഷേ ഉള്ളിൽ കളറില്ല. കളർ നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഗൈസ്. എന്തായാലും നോക്കാം, ആരാ നോക്കാം. അപ്പോൾ അവന്മാരെന്നെ തേച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ടാർഗറ്റ് അല്ലാത്ത പ്ലെയറിനെ തന്നെ അവന്മാർ തന്നിട്ടുണ്ട്.
പക്ഷേ കുഴപ്പമൊന്നുമില്ല. AMF ആണ് പെഡ്രോ ഗൈസ്. ഇവൻ പോർച്ചുഗലിൻ്റെ പ്ലെയറാണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, പോർച്ചുഗൽ പ്ലെയറാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. പെഡ്രോ ലോക്ക് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഇല്ലാത്ത പ്ലെയർ തന്നെയാണ്. ഓക്കെ ഗൈസ്, പോർച്ചുഗൽ പ്ലെയർ തന്നെയാണ്. ഹോൾ പ്ലെയർ ആണ് ഗൈസ്. കുഴപ്പമില്ല. എന്തായാലും ലെഫ്റ്റ് വിങ് കളിക്കും, AMF കളിക്കും, റൈറ്റ് വിങ്ങും കളിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അതങ്ങനെ പോയി. അൽവാരസിന് വേണമെന്നുണ്ടായിരുന്നു, ബട്ട് കോയിൻ വെച്ച് കറക്കുന്നില്ല ഗൈസ്. ഇനി നമ്മുടെ അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് FC ബാർസലോണയുടെ പാക്കാണ്. അപ്പോൾ എനിക്കിതിനകത്ത് ആരെയും വേണ്ട ഗൈസ്, കാരണം എല്ലാവരും എൻ്റെ ഉണ്ട്. എന്നാലും ചുമ്മാ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്യാം. ഫ്രീ സ്പിൻ കിട്ടിയത് കൊണ്ട് എന്തായാലും കറക്കി നോക്കണയാണ്. എല്ലാവരും എൻ്റെ ഓൾമോസ്റ്റ് ഉള്ളതാണ് ഗൈസ്. ലെവൻഡോസ്കി, യമാൽ എല്ലാ എണ്ണങ്ങളും ഉണ്ട്. അപ്പോൾ ആരാ നോക്കാം. എന്തായാലും ഫസ്റ്റ് കിട്ടുന്ന പ്ലെയർ ആരാണ്? ഓക്കെ ഗൈസ്, നമ്മുടെ ജൂലിയസ് കൂൻഡേനെ കിട്ടിയിട്ടുണ്ട്. ഡിഫൻസീവ് ഫുൾ ബാക്ക് തന്നെയാണ് ഈ കാർഡും. നമുക്കൊരു കാർഡ് ഫ്രീ കിട്ടിയായിരുന്നു. ആ കാർഡാണ് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ഫ്രീ സ്പിൻ കൊടുക്കാം ഗൈസ്. അടുത്ത ഫ്രീ സ്പിന്നിൽ നമുക്ക് ആരെ കിട്ടും നോക്കാം. എന്തായാലും ഹെർവിഗോ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, റാഫീനേനെ കിട്ടിയിട്ടുണ്ട്. റാഫീനയുടെ വേറെ കാർഡൊക്കെ എൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, റാഫീനെയാണ് നമുക്ക് കിട്ടിയത്. അടുത്ത ഫ്രീ സ്പിൻ എടുക്കാം ഗൈസ്. അടുത്ത ഫ്രീ സ്പിൻ ആരെ കിട്ടും നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, ലെവൻഡോസ്കിനെ കിട്ടിയിട്ടുണ്ട്. ലെവൻഡോസ്കിയുടെ കാർഡും എൻ്റെ ഉണ്ട് ഗൈസ്. എൻ്റെ ഉള്ള കാർഡ് 99 ആണ്. ഈ കാർഡ് എത്ര പോകുമെന്ന് എനിക്കറിയില്ല. 100 കയറുമായിരിക്കും, അറിയില്ല ഗൈസ്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ ഗൈസ്, ഞാൻ മെയിനായിട്ടും പറഞ്ഞത് ഈ പാക്കിൻ്റെ കാര്യമാണ്. നോക്കിയും കണ്ടും പ്ലെയർ എടുത്താൽ മതി ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ ഫ്രീ സ്പിന്നും നിങ്ങൾ സ്പിൻ ചെയ്തിട്ട് മാത്രം ഒരു പ്ലെയർ എടുക്കുക ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ഈ പാക്കിൽ നിന്ന് ഓവൻ എടുത്തു എന്ന് വിചാരിക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കി കിട്ടുന്ന ഫ്രീ സ്പിൻ നിങ്ങൾ എന്തായാലും സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങാനും ഓവൻ അടിച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, നോക്കിയും കണ്ട് എടുത്താൽ മതി ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്രീ സ്പിന്നും സ്പിൻ ചെയ്തിട്ട് മാത്രം എടുക്കാൻ നോക്കുക ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ വിട്ടുപോയൊരു പാക്കാണ്. ഇറ്റലിയുടെ ഒരു പാക്കും അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഗൈസ്. മാനേജർ പാക്കാണ്, ഡബിൾ ബൂസ്റ്ററാണ് ഗൈസ്. ഈ മാനേജർ നോക്കുവാണെങ്കിൽ ഗൈസ് ലോങ് ബോൾ കൗണ്ടറാണ്. അവന്മാർ 500 ഓയിൽ എന്തായാലും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരുമായിരിക്കും, നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ബെൽജിയത്തിൻ്റെ പാക്ക് വന്നിട്ടുണ്ട്. ബെൽജിയത്തിൽ നോക്കുവാണെങ്കിൽ ക്വിക്ക് കൗണ്ടറായിട്ടാണ് മാനേജർ വന്നേക്കുന്നത്. ഡബിൾ ബൂസ്റ്ററാണ്. പിന്നെ നമ്മുടെ ക്ലൈവറ്റിൻ്റെ ഒരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് 500 കോയിന്. അത് പൊസിഷനാണ് ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.